വിനോദ്, ഗുഡ് മോർണിംഗ് വിനോദ്, നമസ്കാരം. ഗുഡ് മോർണിംഗ് അരുൺ സാറേ. എനിക്ക് കൃത്യം ഒരു മാസം മുമ്പ് ഈ ഇതേമാതിരി ഒരു കാൾ വന്നിരുന്നു. അപ്പോ നിങ്ങളൊരു നമ്പർ, നിങ്ങളുടെ ആധാർ നമ്പർ വെച്ചിട്ടുള്ള ഒരു നമ്പറിൽ ഡൽഹിയിൽ ഒരു ഫോൺ നമ്പർ ഉണ്ട്. ആ നമ്പറിൽ പരിശോധിക്കുമ്പോ അത് കുറെ സാമ്പത്തിക ഇടപാടൊക്കെ നടത്തിയിട്ടുണ്ട് ഈ നമ്പർ വെച്ചിട്ട്. ഹലോ, കേൾക്കാം. ഈ നമ്പർ വെച്ചിട്ട് കാനറ ബാങ്ക് ഡൽഹിയിൽ ഒരു അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. അവിടെ വളരെ കൂടുതൽ എമൗണ്ട് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോ അതിന്റെ കാര്യം സംസാരിക്കാൻ ഞങ്ങൾ ഡൽഹി CBIന്റെ ഓഫീസിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കണക്ട് ചെയ്തു. ഹിന്ദിയിലാണോ അതോ ഇംഗ്ലീഷിലോ? അല്ല, ഹിന്ദിയിലാണ് സംസാരിച്ചത്. അപ്പൊ അത് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ചും കൂടി കംഫർട്ട് ഇംഗ്ലീഷിലാണ് പറഞ്ഞപ്പോ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ തുടങ്ങി. ഇംഗ്ലീഷിൽ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്തപ്പോ ഒരു വാട്സപ്പ് കാളിൽ വരെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് വാട്സപ്പ് കാളിൽ വന്നു. വാട്സപ്പ് കാണുമ്പോ അത് യൂണിഫോം ഒക്കെ ഇട്ടിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചു. എന്റെ കൃത്യമായ ആധാർ നമ്പറും ഇതെല്ലാം അവർക്ക് അറിയുന്നുണ്ട്. പറഞ്ഞു ഞാനൊരു പാലക്കാട് വിസ്മയ ടൈൽസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങള് വിസ്മയ ടൈൽസ് എന്ന് പറഞ്ഞിട്ടാണല്ലേ? അപ്പോ കുറെ സാമ്പത്തിക ഇടപാട് 341 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുള്ള ഒരു കണ്ണിയാണ് നിങ്ങള്. അപ്പൊ അതുകൊണ്ട് ഉടനെ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇതൊക്കെ ചെയ്തിട്ട് എനിക്ക് ഇത് ചെയ്ത് തരണം, അല്ലെങ്കിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യും പറഞ്ഞു. അറസ്റ്റ് ചെയ്യുമ്പോൾ പറഞ്ഞ് ഞാൻ കട്ട് ചെയ്തു. തുടരെ വിളിച്ചു. അവസാനം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ നിങ്ങൾ അറസ്റ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ഇവിടെ പാലക്കാട് സൗത്ത് സ്റ്റേഷനാണ്, അവിടേക്ക് പറഞ്ഞാൽ മതി. അവിടുത്തെ ഉദ്യോഗസ്ഥന്മാര് എന്നെ വന്ന് നേരിട്ട് ഇത് ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഞാൻ കേസ് ചെയ്യാൻ പറ്റും. അപ്പൊ അവർ പറഞ്ഞു നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരും, ഈ നിമിഷം മുതൽ നിങ്ങളുടെ എല്ലാ അക്കൗണ്ടും ഫ്രീസ് ചെയ്യും, 1 രൂപ പോലും എടുക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് അതിനുള്ള ഭവിഷ്യത്തുകാർ പൈസ ഒഴിവാക്കണമെങ്കിൽ പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞിരുന്നു. പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞു. നിങ്ങൾ കുറച്ച് ഫണ്ട് ചെലവാക്കുകയാണെങ്കിൽ പാലക്കാട് നിന്ന് ഡൽഹിയിലൊന്നും വരേണ്ട കാര്യമില്ല, ഇത് ഇവിടെ തന്നെ സെറ്റിൽ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് സെറ്റിൽ ചെയ്യാൻ ഒരു കാര്യം യൂണിഫോം ഒരാളാണോ വരുന്നത് അല്ലേ? അതെ, സാർക്ക് വേണമെങ്കിൽ ഞാൻ ഇതൊക്കെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നാട്ടുകാർ കണ്ടോട്ടെ. ഇവരൊന്നും കേരളത്തിലും ഇന്ത്യയിലും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. പലരും കംബോഡിയയിലൊക്കെ ഇരുന്നാണ് ഈ കോൾ ചെയ്യുന്നത്. സൗത്ത് സ്റ്റേഷനിൽ പോയി സാറേ. സൗത്ത് സ്റ്റേഷനിൽ പോയപ്പോ അവര് പറഞ്ഞു ഇതുമായിട്ട് 1-2 കേസൊക്കെ ഉണ്ട് വിനോദ്, നീ ഇതിന്റെ പിന്നാലെ നടക്കൊന്നും വേണ്ട, എന്തായാലും ഈ നമ്പറൊക്കെ താന്ന് വന്ന് അവിടെ എഴുതി വെച്ചു. ഓക്കെ, ഇത് കേസൊന്നും എടുക്കാൻ സാധ്യത വളരെ കുറവാണ്. നമ്മൾ നേരത്തെ ഹരിശങ്കർ SP-യുമായിട്ട് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. കാര്യം കേസെടുത്താൽ ഇതെങ്ങും പോവില്ല. ഇത്തരം കോളുകൾ വരുമ്പോൾ നമ്മൾ ബ്ലോക്ക് ചെയ്യുക, നമ്മൾ അലേർട്ടായിരിക്കുക, ഒരു കാരണവശാലും അതിനെ തലവെച്ച് കൊടുക്കാതിരിക്കുക, നമ്മുടെ ഡീറ്റെയിൽസ് പറയാതിരിക്കുക. ഒരു കാരണവശാലും വാട്സാപ്പ് കോളുകളോട് നിങ്ങളുടെ ഡീറ്റെയിൽസ് പറയരുത്, OTP-യും കൊടുക്കരുത്. വിനോദ് ധൈര്യപൂർവ്വം നേരിട്ടതൊരു മാതൃകയാണ്. എനിക്കൊന്ന് വിനോദ് ചെയ്യുന്നത് പോലെ, നേരത്തെ ഒരു ജനറൽ മാനേജർ സംസാരിച്ചതുപോലെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത്. കാര്യം പലരും സാധുക്കളാണല്ലോ. ഇവരൊക്കെ 60-40 ഒക്കെ വയസ്സ് കഴിഞ്ഞ ആൾക്കാർ പെട്ടെന്ന് മക്കൾ അറസ്റ്റിലാണ്, നിങ്ങളുടെ കൺസൈൻമെന്റിനകത്ത് ലഹരി വസ്തു ഉണ്ടെന്നൊക്കെ കേട്ടാൽ ഈ പ്രായമുള്ള കാലത്ത് കേസ് പോവോ എന്നൊക്കെ ഭയന്നിരിക്കുന്നുണ്ടാവും.